എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിൻ്റെ ചാപ്റ്റർ 145 ആണ്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കണ്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം താമസിക്കുക വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ചാപ്റ്ററിലും മറ്റും നമ്മൾ കണ്ടത് സെനിറ്റ്സു അപ്പർ മൂൺ ഡീമൺ ആയിട്ടുള്ള കൈഗാക്കുവിനെ വെട്ടുന്നിടം വരെയായിരുന്നു. എപ്പിസോഡ് 145 തുടങ്ങുന്നതിന് കൈഗാക്കുവിനെ കാണിച്ചുകൊണ്ടാണ്. കൈഗാക്കു തൻ്റെ ഡീമൺ സ്ലെയർ ആക്ടിവിറ്റിയിലും മറ്റും മുഴുകിയിരിക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു കൊക്കോഷിബു എന്ന് പറഞ്ഞ വലിയ ഡീമൺ വന്നിട്ട് കൈഗാക്കുവിൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. കൈഗാക്കു കൊക്കോഷിബുവിനെ കണ്ടപാടെ തൻ്റെ വാളെടുത്ത് വീശാതെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത്. കൈഗാക്കുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലായ കൊക്കോഷിബു അവന് മൂസാന്റെ ബ്ലഡ് ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത് ഫുള്ള് കുടിക്കണമെന്ന്. കൈഗാക്കുവിനപ്പോൾ ആവശ്യം തൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് മൂസാന്റെ ബ്ലഡ് നിരസിക്കാൻ പറ്റിയില്ല. അവനത് കുടിച്ചിട്ട് അങ്ങനെയാണ് അവൻ ഡീമനായിട്ട് മാറിയത്. ഉടനെ തന്നെ ഫ്ലാഷ് ബാക്കിന് വെളി വരികയാണ്. ഫ്ലാഷ് ബാക്കിന് വെളി വന്ന പാടെ സെനിറ്റ്സുനൊക്കെ കൈഗാക്കു പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള വീക്ലിങ്ങിന് ഒരിക്കലും എന്നെപ്പോലുള്ള അപ്പർ മൂൺ ഡീമനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നിട്ട് കൈഗാക്കു സെനിറ്റ്സുവിന് നേരെ തണ്ടർ ബ്രീത്തിന്റെ സെക്കൻഡ് ഫോം ആയിട്ടുള്ള ലൈറ്റ്നിങ് ബോളും തേർഡ് ഫോം ആയിട്ടുള്ള ബസിംഗ് മസ്കിറ്റോ തണ്ടർ ഉപയോഗിക്കുകയാണ്. സെനിറ്റ്സു തന്റെ ഡിഫൻസ് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. സെനിറ്റ്സു ഇവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കൈഗാക്കു ഒടുക്കത്തെ അറ്റാക്കാണ് സെനിറ്റ്സുവിനെ നേരെ എടുക്കുന്നത്. ഇത് കഴിഞ്ഞപാടെ കൈഗാക്കു തന്റെ തണ്ടർ ബ്രീത്തിന്റെ ഫിഫ്ത്ത് ഫോം ആയിട്ടുള്ള ഹീറ്റ് ലൈറ്റ്നിങ് യൂസ് ആക്കുന്നുണ്ട്. സെനിറ്റ്സുവിനോട് ഒരു ദയം ദാക്ഷിണ്യം കാണിക്കാത്ത രീതിയിലാണ് അവൻ ഇപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചറവറ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ഇപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ സെനിറ്റ്സുവിനൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ ബ്ലഡ് ഡീമൺ റീഇൻഫോഴ്സ്ഡ് ടെക്നിക്ക്, നിനക്ക് വല്ല കേൾക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞപാടെ തണ്ടർ ബ്രീത്തിന്റെ സിക്സ്ത് ഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റ്നിങ് ഷവറും അവൻ സെനിറ്റ്സുവിന് നേരെ യൂസ് ആക്കാണ്. പാവ സെനിറ്റ്സു വെട്ടുകൊണ്ട് ചുരുണ്ട് താഴേക്ക് വീഴാന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ ആ കൂടെ അറിയാവുന്നത് തണ്ടർ ബ്രീത്തിന്റെ ഫസ്റ്റ് ഫോം മാത്രമാണല്ലോ. താഴേക്ക് വീഴുമ്പോൾ അവൻ്റെ കണ്ണിക്കൂടെ പഴയതൊക്കെ ഇങ്ങനെ മിന്നി പറയുന്നുണ്ട്. ആദ്യം തന്നെ അവന് ഓർമ്മ വരുന്നത് അവർ അപ്പൂപ്പൻ അവൻ്റെ അടുക്ക് പറയുന്നത് അവൻ്റെ എൽഡർ ബ്രദറിനെ കണ്ടുപിടിക്കുന്നതാണ്. അതെ, ലേൺ ഫ്രം കൈഗാക്കുന്ന്. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ സെനിറ്റ്സുവിന് പക്ക പുച്ഛമായിരുന്നു നേരിടേണ്ടാവുന്നത്. നിന്നെപ്പോലെ നേരെയേ ഒരു ഫോം പോലും യൂസ് ആക്കാൻ അറിയാത്തവൻ എങ്ങനെയാണ് ഒരു പില്ലറായി മാറുക എന്നുള്ള പുച്ഛം സെനിറ്റ്സു അന്ന് കേട്ട് മടുത്തിരുന്നു. കൈഗാക്കു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു സെനിറ്റ്സു. സ്നേഹത്തോടെ ഒരു വർത്തമാനമോ ഒന്നും കൈഗാക്കു സെനിറ്റ്സുണ്ടൊക്കെ പറഞ്ഞിരുന്നില്ല. ആ താഴേക്ക് വീഴുന്ന സെനിറ്റ്സുണ്ടയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മിന്നി പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സെനിറ്റ്സുണ്ടൊക്കെ ശരിക്കും സഹതാപം തോന്നും. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു ഹെവി സീൻ കാണാം. അത് വേറൊന്നുമല്ല, സെനിറ്റ്സു കൈഗാക്കുവിന്റെ തല നോക്കി വെട്ടുന്ന സീനാണത്. നമ്മൾ വിചാരിക്കും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, ഫസ്റ്റ് ഫോം മാത്രം യൂസ് ആക്കാൻ അറിയാവുന്ന സെനിറ്റ്സു തൻ്റെ തണ്ടർ ബ്രീത്തിന്റെ 7th ഫോം യൂസ് ആക്കിയിട്ടാണ് കഴുത്തിൽ വെട്ടുന്നത്. 6th ഫോം വരെ മാത്രമുള്ള തണ്ടർ ബ്രീത്തിന് സെനിറ്റ്സു തൻ്റെ 7th ഫോം എന്ന കോൺട്രിബ്യൂഷൻ കൂടെയാണ് നൽകിയത്. അതെ, 7ാമത്തെ ഫോം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് സെനിറ്റ്സു കൈഗാക്കുവിന്റെ തല വെട്ടി. കൈഗാക്കു പറയുന്നുണ്ട്, എന്താണിപ്പോൾ സംഭവിച്ചത്? എനിക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്ത് ഫാസ്റ്റായിട്ടാണ് അവൻ വന്നത്. എനിക്ക് ആ ഫോമിനെ കുറിച്ച് ഒരറിവുമില്ല. ഓ, അപ്പം ആ കിളവൻ നിനക്ക് മാത്രമായിട്ടൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തന്നല്ലേ? അപ്പോഴത്തേക്ക് സെനിറ്റ്സു താഴേക്ക് വീഴുമ്പോൾ പറയുന്നുണ്ട്, ദിസ് ഫോം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്ന്. ഇവിടെ വെച്ചാണ് 145 ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യോടെ. അപ്പം ബൈ.